ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക, അതുപോലെ ലൈക്കും സബ്ബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ലൈക്ക് നമ്മളെ വീഡിയോക്ക് കമൻറ്റ് കൂടുതൽ ലൈക്ക് കുറവ് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല, നിങ്ങളെല്ലാവരും മറന്നു പോകുന്നതാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും മറക്കല്ലേയും എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സമയം ഇല്ലാത്തവർ സമയം ഉണ്ടാകുമ്പോഴൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യണം അന്ന് തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സമയമുള്ള ഇതുപോലെ കാണുക കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും നോമ്പും പണിയിലൊക്കെ എല്ലാവരും തിരക്കിലാവും. ഒരു ഒഴിവില്ലാത്തൊരു പണിയിലാണ് എല്ലാ സ്ത്രീകളും കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാം. അതുകൊണ്ട് പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അങ്ങനെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമുക്ക് ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ. കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ആശീർവാദ് പൊടി കൊണ്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ചപ്പാത്തിക്ക് ആശീർവാദ് പൊടി വാങ്ങും. എന്നിട്ട് പിന്നെ നമ്മൾ ഗോതമ്പ് പൊടി നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടില്ല, അത് ഞാൻ മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല ചപ്പാത്തിയൊക്കെ നല്ല അടിപൊളി ചപ്പാത്തിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ചപ്പാത്തിക്ക് നമുക്കൊരു അടിപൊളി കിഴങ്ങ് കറി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ പൂരി മസാല ഉണ്ടാക്കില്ല അതുപോലത്തെ കറിയൊന്നുമല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട ഇങ്ങനെ കിഴങ്ങൊക്കെ കാണുമ്പോൾ പൂരി മസാലൻ്റെ കറി പോലെയാണ് എന്നൊക്കെ വിചാരിക്കട്ടെ. പക്ഷേ അതുപോലെ ഒരു കറിയല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതാ ചട്ടിയൊക്കെ ഞാൻ വെച്ച് ചൂടായിക്കണം കേട്ടോ. എണ്ണയൊക്കെ ചൂടായിക്കണം. ഇനി നമുക്ക് കുറച്ച് കടുകും പിന്നെ സ്പെഷ്യൽ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജീരകമല്ലേ, നമ്മളെ കുഞ്ഞു ജീരകം, അതും കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കടുകും ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ കിഴങ്ങ് പൊരിച്ചതല്ല പുഴുങ്ങിയ കിഴങ്ങ് അതിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ആ പൊട്ടി വന്നപ്പോൾ ഞാൻ ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മൾ പച്ചമുളകും ഉള്ളിയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഒപ്പം ഒന്ന് നല്ലോണം വാടി സെറ്റായിക്കോളും. അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ മൺചട്ടിയൊക്കെ നല്ല ചൂടായിക്കണം കേട്ടോ. മൺചട്ടി ഇപ്പോൾ ഇങ്ങനെ കുറേ അതിൽ ഉപയോഗിക്കലുണ്ട്, എന്നാലും അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ഉപയോഗിക്കില്ല. എന്നാലും ഇങ്ങനെയൊക്കെ കറികളും ഇതൊക്കെ വെക്കുമ്പോൾ ബെസ്റ്റ് മൺചട്ടിയാണ് കേട്ടോ. നല്ല സുഖമാണ് മൺചട്ടിയിൽ വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് അതൊക്കെ വഴറ്റി ഒക്കെ സെറ്റായ ശേഷം കുറച്ച് കുരുമുളക് ചതച്ചിടുക കേട്ടോ. നമ്മളെ ഇടിക്കല്ലിൽ ചതച്ചിട്ട് എൻ്റെ അടുത്ത് പൊടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുരുമുളകിൻ്റെ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാകുക കേട്ടോ. അപ്പോൾ ഞാനത് നമ്മളെ ഇടിക്കല്ലുണ്ടല്ലോ അതിലിട്ടിട്ട് പൊടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാറാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ എന്തായാലും ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞളും ഇട്ട് കൊടുത്തു കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്നുകൂടി നല്ല പച്ചമുളകൊക്കെ പോണ വരെ ഒന്ന് വഴറ്റിയിട്ട് നമ്മളിതാ നല്ല ഉടച്ച് മറിച്ച് കുഴച്ച് വെച്ചിരിക്കണം കേട്ടോ. നമ്മളെ കിഴങ്ങ് നല്ല പൊടിയുള്ള കിഴങ്ങാണ് കേട്ടോ. ഒരു വിസിലിന് തന്നെ നല്ലോണം വെന്ത് ഇതായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ആ മിക്സ് കൂട്ടൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കിഴങ്ങും ഇതൊക്കെ സെറ്റായി വരട്ടെ കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് നല്ലതുപോലെ തന്നെ ഇത് കുഴച്ച് മറിക്കുക കേട്ടോ കയ്യിലുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തിളപ്പിച്ചാറിയ വെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ചെയ്യുക. പിന്നെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ കറിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു രീതിയിലാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കണതിൽ എന്തായാലും തിളപ്പിച്ച വെള്ളം പാർന്നു കൊടുക്കുക കേട്ടോ. എത്രത്തോളം നമുക്ക് ലൂസ് വേണോ അത്രത്തോളം ഒഴിച്ച് കറിക്ക് നീളം കൂട്ടാൻ കേട്ടോ ഞാൻ പറയുന്നത്. നോമ്പെടുത്തിട്ട് ആകെ തലക്കൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിരിക്കണം കേട്ടോ, ആരും ഒന്നും വിചാരിക്കരുത്. അതുപോലെ അങ്ങനെ നമ്മളത് ആ തിളപ്പിച്ചാറിയ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇനി ഇതൊന്ന് തിളക്കുമ്പോൾ ആ ഉപ്പും പുളിയും ആ ഉള്ളിൻ്റെയും അതുപോലെ ആ ജീരകത്തിൻ്റെ സ്മെല്ലും ഒക്കെ ഒന്ന് നല്ലോണം ആ കിഴങ്ങിലൊക്കെ പിടിച്ച് നല്ല സെറ്റാക്കി ഇടണം കേട്ടോ. അപ്പോഴാണ് ആ കിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനെന്തായാലും ഇത് നമ്മളെ തൂക്കപാത്രത്തിലാണ് കേട്ടോ ഞാൻ എപ്പോഴും കുറച്ച് വെള്ളം തിളപ്പിക്കുക. ആ സംഭവം എന്താ വെച്ചാൽ പെട്ടെന്നാവും കേട്ടോ. നമ്മൾ വെച്ചിട്ട് ഓണാക്കി ഒന്ന് തിരിഞ്ഞങ്ങോട്ട് നോക്കുമ്പോഴത്തേനും നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും പെട്ടെന്ന് ചൂടാവുന്നൊരു പാത്രം കേട്ടോ നമ്മളെ തൂക്കപാത്രം. അപ്പം
ഞാനെന്തായാലും അതിൽ തന്നെ എപ്പോഴും കേട്ടോ വെള്ളം തിളപ്പിക്കുക. അപ്പോൾ എന്തായാലും അത് തിളപ്പിച്ച് വെച്ച വെള്ളം ഞാനിതാ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് കുറച്ച് തിക്ക് വേണമെങ്കിൽ, തിക്കായിട്ടുള്ള കറി വേണമെങ്കിൽ കുറച്ച് പറഞ്ഞു കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകും കേട്ടോ. അപ്പോൾ നമ്മളെ കിഴങ്ങും തക്കാളി ഉള്ളി ഒക്കെ നല്ലതുപോലെ വാടി കുഴഞ്ഞ് നല്ല ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്കും പൂരിക്കും അതുപോലെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, മസാല ദോശ പോലെ ഇത് കഴിക്കട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാനിത് നമ്മളിതുവരെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ, അതിൻ്റെ മുന്നൊക്കെ ഞാൻ ഇട്ടുകൊണു. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ അതൊക്കെ അങ്ങോട്ട് റെഡിയാക്കിയിട്ട് പിന്നെ നമുക്കത് ആ നോമ്പ് തുറക്കുള്ള സംഭവം കുറച്ച് അവൽ മിൽക്കും പിന്നെ കുറച്ച് ഇത് പൈനാപ്പിളും മുട്ട ബജിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് സർവത്തും കലക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ സർവത്ത് നല്ല രസമാട്ടോ, ഈ നല്ല തണുത്ത വെള്ളവുമാണ് കേട്ടോ. അപ്പോൾ അത് ഓരോ ഗ്ലാസ് കുടിക്കും. പിന്നെ അതാ നമ്മളെ കാക്കു എന്താ കറി എന്ന് പറഞ്ഞിട്ട് തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ മുട്ടക്കറി വെക്കാനാട്ടോ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ മുട്ട കൊണ്ട് മുട്ട ബജ്ജി ഉണ്ടാക്കിയിട്ടോ, പിന്നെ കിഴങ്ങ് കൊണ്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ വലിയ പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ, എന്നാലും ഒന്നും മുണ്ടിയതൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതാ ബാങ്ക് കൊടുക്കാനായിക്കണു. ഞങ്ങൾ ബാങ്ക് കൊടുത്ത് പിന്നെ നോമ്പൊക്കെ തുറക്കാം കേട്ടോ. അപ്പോൾ ഇനി വൈകുന്നേരത്തെ ഫുഡിനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇത് അടിപൊളി മീൻ കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഇപ്പോൾ വത്തള മീനുണ്ടല്ലോ, അതുണ്ട് 1 കിലോ കൊടുന്നിരിക്കുന്നു കേട്ടോ. ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചിരുന്നിട്ട് ഏശാ ബാങ്ക് കൊടുക്കണ വരെ എനിക്കിത് നേരാക്കലായിരുന്നു പണി കേട്ടോ. പിന്നെ മീനിൻ്റെ ആഗ്രഹം കൊണ്ട് ഇരുന്ന് നേരാക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ട് കുറച്ച് മീനും ഇട്ടിട്ട് ഒരു വെറുതെ പുളി കേട്ടോ, പുളി ഇടൂലേ നമ്മൾ, നല്ല മുളകും പൊടിയും മഞ്ഞളും തക്കാളിയും വെണ്ടയ്ക്കയും ഒക്കെ ഇട്ടിട്ട് മീനും ഇട്ടിക്കണം കേട്ടോ. ഞാനത് ഇളക്കി കാണിക്കാതിരുന്നതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിങ്ങനെ അടുക്കള ജോലി കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതാ നമ്മളെ കൂട്ടുകാരെ വീഡിയോസൊക്കെ ഞാൻ നമ്മളെ സ്റ്റാൻഡുമ്പോൾ തന്നെ വെക്കും കേട്ടോ. എന്നിട്ട് ഓണാക്കിയിടും, ലൈക്കും കമൻറ്റും ഉണ്ട് ചെയ്തിട്ട് പിന്നെ അതങ്ങനെ ഓണായി കിടക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സമ ഡ്രീംസ് അങ്ങനെ ഓരോ ഒരു ചാനലുണ്ടല്ലോ, അതിൻ്റെ കൽമാസിൻ്റെ വീഡിയോ കണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ചോറും റെഡിയായി. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട്. അപ്പോൾ അവിടെ ഇതാ നമ്മളെ കാക്കും മോനും ഫുഡ് കഴിക്കുകയാണ്. മോൻ ഫുഡ് കഴിക്കല്ല കേട്ടോ, മോനിങ്ങനെ ഓന് ഒരു ആഗ്രഹം ഉണ്ട് ഓന്. അപ്പോൾ ഈ ഒരു ആൾക്ക് നിറഞ്ഞിട്ട് ഓനൊരു സൈക്കിൾ വാങ്ങണം എന്നുള്ളൊരാഗ്രഹത്തിൽ എല്ലാവരേക്കൊന്നും 20ഉം 10ഉം രൂപയൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് ഡെയിലി ഇങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠന്മാരും കൊടുക്കും, ഇപ്പയും ഒക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഞാൻ ചപ്പാത്തി എടുത്തപ്പോൾ പകുതിയൊക്കെ വരുള്ളൂ. ഇതൊക്കെ മക്കളെ പണിയാണ് കേട്ടോ. വലിയ മക്കൾ ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ അത്രയും ഭാഗം കേട്ടോ കഴിച്ചിരിക്കുന്നത്, ബാക്കി ഭാഗം ഞാനും കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ആക്കരുതല്ലോ അല്ലേ. അപ്പോൾ മക്കൾ ബാക്കി വെച്ചതൊക്കെ ഞാൻ കഴിക്കും കേട്ടോ, അതിനൊന്നും നമുക്കൊരു മടിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്, നമുക്ക് വീണ്ടും നാളെ കാണാം കേട്ടോ.